അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ക്ലാസ് ആണ്. അതായത് നമ്മൾ ഇതിലോട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പെൻഡിങ് ആയിരുന്നു, കാരണം അത് ജസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യാനിരുന്നത്. ക്ലാസ് എല്ലാം കൂടെ ഒന്നിച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ള ഇത് വരുന്നത്. ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ മനസ്സിലാകും. അയച്ചു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അല്ലാതെ പുറത്തുനിന്നുള്ള കുറച്ച് ഏജൻസികളുടെ കയ്യിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ എല്ലാവരുടെയും എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഒന്നിച്ച് ഞാൻ ചെയ്യത്തില്ല. വരുന്ന ക്ലാസ്സുകളിൽ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളിൽ എല്ലാം, അതായത് ഇപ്പൊ നിങ്ങൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതായിട്ടും അയച്ചു തന്നിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, വരുന്ന ക്ലാസ്സുകളിലും എല്ലാം നിങ്ങൾ അയച്ചു തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത് അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓരോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയെന്ന് ഫസ്റ്റ് ആയിട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. ഇത് LCM ആൻഡ് HCFുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. LCM ഓഫ് 3 numbers is 4752. If the HCF is 6. If 2 numbers are 48 and 66, find the number എന്നാണ് ചോദിച്ചത്. അപ്പം 3 നമ്പറിന്റെ LCM എന്ന് പറയുന്നത് 4752 ആണ്. ഈ 3 നമ്പേഴ്സിന്റെയും കൂടെ HCF എന്ന് പറയുന്നത് 6 ആണ്. 2 നമ്പേഴ്സ് 48ഉം 66ഉം ആണ് തന്നിരിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏതോ 3 നമ്പേഴ്സ്, ഏതൊക്കെയാണ്? 48, 66, നമുക്ക് മൂന്നാമത്തെ നമ്പർ അറിയത്തില്ല, X. ഈ 3 നമ്പേഴ്സ് കൊണ്ടും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 4752. അതായത് 4752, അതിനെ വിളിക്കുന്ന പേരാണ് LCM എന്ന് പറയും. ഈ 4752നെ നമുക്ക് ഒരേ സമയം 48 കൊണ്ടും അതേസമയം 66 കൊണ്ടും അതേസമയം X കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ കൂടെ പറയുന്നുണ്ട് ഈ നമ്പേഴ്സിനെ എല്ലാം, ഈ നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അതായത് HCF, അതായത് ഈ 6 കൊണ്ട് 48നെയും 66നെയും ഈ X എന്ന് പറയുന്ന ഈ അൺനോൺ നമ്പറിനെയും നമുക്ക് ഒരേ സമയം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി, ഈ X എന്ന് പറയുന്ന ഈ നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ X ഈസ് ഡിവിസിബിൾ ബൈ 6. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്കതാ ഈ ഓപ്ഷൻസിനകത്തിൽ എടുത്ത് നോക്കുക. ഇതിനകത്തിൽ ഏത് നമ്പറാണ് ഇത്? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് നമ്പറിനെയാണ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. നോക്കിയപ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 54 ആണ്. സോ ആൻസർ ഈസ് 54. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കി ഒന്നും തന്നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോ ഏതാണ്? 54 ആണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം. 54 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടെ ഹയർ ലെവലിലോട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു JEE ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ 3D മെൻസുറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ പെട്ടെന്ന് ഫസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. If the curved surface area of a cylinder is increased by 17%, ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 17% നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. എത്രയാണ്? 17% ഇൻക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ആ സിലിണ്ടറിന്റെ ഹൈറ്റ് 10% ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വോളിയം? വോളിയത്തിനുണ്ടാകുന്ന മൊത്തം നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ നെറ്റ് ഡിക്രീസ് എത്രയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, R ആണ്. അതേപോലെ തന്നെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് H ആണ് എന്നും വിചാരിക്കുക. ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് R ആണ്, അതിന്റെ ഹൈറ്റ് H ആണ്.
അതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ CSA എന്ന് പറയുന്നത് നമുക്കറിയാം ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. എത്രയാണ്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്, ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. അപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടി 2πr ഇൻറ്റു h. അതേപോലെ തന്നെ വോളിയം നമുക്കറിയാം എത്രയാണ്? πr² ഇൻറ്റു h ആണ് അല്ലെ. എത്രയാണ്? π ഇൻറ്റു r² ഇൻറ്റു h. π ഇൻറ്റു r² ഇൻറ്റു h. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളമുള്ള അതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയും അതേപോലെ തന്നെ അതിന്റെ വോളിയവും എന്ന് പറയുന്നത്. ഇനി നമ്മളിത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയുമാണു. ഈ ഒരു സിലിണ്ടറിന്റെ ഏരിയ കേർവ്ഡ് സർഫസ് ഏരിയ എത്ര ശതമാനം കൂട്ടുന്നു? 17% കൂട്ടുന്നു. 17% കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇത്രയേ ഉള്ളൂ അതിന്റെ കോൺസെപ്റ്റ്. നമുക്ക് താണ്ടെ ഈ ഒരു സിലിണ്ടർ, ഓക്കെ, ഈ ഒരു സിലിണ്ടർ, ആ ഒരു സിലിണ്ടറിന്റെ റേഡിയസ്, പുതിയ റേഡിയസ് നമുക്ക് അറിയത്തില്ല, അതിനെ ഞാൻ സപ്പോസ് r' എന്ന് വിളിക്കുന്നു. റേഡിയസിനെ ഞാൻ എത്ര വിളിക്കുന്നു? r' എന്ന് വിളിക്കുന്നു. ഈ r' അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായി? r' ആയി. ഇനി അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ബൈ 10%. ഹൈറ്റ് നേരത്തെ ഉണ്ടായിരുന്ന സിലിണ്ടറിനെ അപേക്ഷിച്ചിട്ട് ഹൈറ്റ് 10% കുറഞ്ഞു. 10% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് h ആണ് എങ്കിൽ ഈ ഹൈറ്റ് എത്രയായി? 0.9 h ആയി. ഈ ഹൈറ്റ് എത്രയായി? 0.9 h ആയി. ഇനി ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്ര ശതമാനമായെന്നാണ് പറയുന്നത്? ആദ്യം ഉണ്ടായിരുന്ന സിലിണ്ടറിനെക്കാട്ടിലും 17% കൂടി. ആദ്യം ഉണ്ടായിരുന്ന സിലിണ്ടറിനെക്കാട്ടിലും എത്ര ശതമാനം കൂടി? 17% കൂടി. 17% കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 100 എന്നുള്ളത് 117 ആയി അല്ലെ. 100 എന്നുള്ളത് 117 ആയി. അതായത് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 1.17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. എന്താണ്? ഒരു 1.17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 17% കൂടുക എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എത്രയാണ്? 1.17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ആദ്യം ഉണ്ടായിരുന്ന കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr ഇൻറ്റു h ആണ്. ആദ്യം ഉണ്ടായിരുന്ന കേർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് മക്കളെ? 2πr ഇൻറ്റു h ആണ്. അതേ ഇൻറ്റു എത്രയാണ്? 1.17. അതാണ് പുതിയ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അതാണ് പുതിയ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2πr ഇൻറ്റു h ആണ് അല്ലെ. എത്രയാണ്? 2πr ഇൻറ്റു h ആണ്. അപ്പം 2π ഇൻറ്റു r പകരം ഇവിടെ r' ആണ്. r പകരം എത്രയാണ്? ഇവിടെ r' ആണ്. 2πr ഇൻറ്റു h എന്ന് പറയുന്നത് 0.9 h ആണ്. അതെന്ന് പറയുന്നത് എത്ര കിട്ടും? 1.17 ഇൻറ്റു 2πr ഇൻറ്റു h. അതിൽ നിന്നും ഈ 2πയും 2πയും ക്യാൻസൽ ആയി പോകും. ഈ hഉം hഉം ക്യാൻസൽ ആയി പോകും. അവിടെ നിന്നും r' എന്ന് പറയുന്നത് 1.17 r ഡിവൈഡഡ് ബൈ 0.9 എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1.3 r. എത്രയാണ് അതിന്റെ റേഡിയസ് നമുക്ക് കിട്ടിയത്? 1.3 r എന്നാണ് അതിന്റെ റേഡിയസ് നമുക്ക് കിട്ടിയത്. ഇതിൽ നിന്നും നമുക്ക് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് അറിയാം. π ഇൻറ്റു r². r² എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ r പകരം r' ആണ് അല്ലെ. r' സ്ക്വയർ, r' വാല്യൂ 1.3 ഇൻറ്റു r ആണ്. അപ്പൊ 1.3 r the whole square into h എന്ന് പറയുന്നത് എത്രയാണ്? 0.9 h ആണ് അല്ലെ. 0.9 h, which will be equal to നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.521 π ഇൻറ്റു r² h എന്ന് നമുക്ക് കിട്ടും. π ഇൻറ്റു r² h. ഞാനൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി എഴുതാം, വളരെയധികം ചെറുതായി പോയി. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചേ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1.521 π ഇൻറ്റു r² h എന്ന് കിട്ടും. അതായത് ആദ്യം ഉണ്ടായിരുന്ന ഏരിയ πr², ഇപ്പോ ഉണ്ടായിരുന്ന ഏരിയ 1.2 πr² ഇൻറ്റു h. അതായത് ഏരിയക്കുണ്ടായ മാറ്റം, അതായത് πr² ഇൻറ്റു r² ഇൻറ്റു h എന്ന് പറയുന്ന വോളിയത്തിൽ നിന്നും, സോറി ഏരിയ അല്ല, വോളിയത്തിൽ നിന്നും എത്ര വോളിയത്തിലേക്ക് അത് മാറി? 1.52 ഇൻറ്റു πr² h എന്ന് പറയുന്ന വോളിയത്തിലേക്ക് അത് മാറി. 1.521 ആണ് ആക്ച്വലി, അവിടെ 521 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ 521 r² h എന്ന് എത്തി. അതായത് വോളിയത്തിലുണ്ടായ ഇൻക്രീസ് എത്രയാ? 0.521 ആണ് അല്ലെ. എത്രയാണ്? 0.521 ആണ് അവിടെ ഉണ്ടായ ഇൻക്രീസ്.
അപ്പോൾ അതിനെ പെർസെന്റേജിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ പെർസെന്റേജിലേക്ക് 0.521 അതാണ് അവിടുത്തെ വോളിയത്തിലുണ്ടായ ഇൻക്രീസ്. അതായത് അതിനെ പെർസെന്റേജിലോട്ട് മാറ്റുമ്പോൾ എത്ര കിട്ടൂടാ? 52.1% എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് കമന്റ് ഇട്ടേ. ഇത് അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഹൈറ്റ് മാത്രം ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസ് വന്നിട്ട് ടോട്ടൽ വോളിയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കർവ്ഡ് സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ഇൻക്രീസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈറ്റിനുണ്ടാകുന്ന ഡിക്രീസ് വന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് വോളിയത്തിനുണ്ടാകുന്ന നെറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന മെത്തേഡ് അറിയണം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഇത് അറിയണം. അതേപോലെ തന്നെ ടോട്ടൽ സർഫസ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ഇതൊന്ന് ചെയ്തേ. ഇതൊന്ന് ചെയ്തേ. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതായത് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പെട്ടെന്നൊന്ന് ചെയ്തേ. 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നിന്റെ കോൺസെപ്റ്റ് ഞാൻ പറയാം, അതിനുശേഷം അത് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്നോടെ. In a shop, the price of TV is ₹95,000. The customer gets a cash discount of ₹5,000 and gets a scratch card promising a percentage discount of 14% to 20%. 14% to 20%. Determine the difference between least and maximum selling price. Least selling price ഉം maximum selling price ഉം ഇടയിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കട്ടെ. In a shop, the price of TV is ₹95,000. The customer gets a cash discount of ₹5,000 and gets a scratch card promising a percentage discount of 14.5% to 20%. Determine the difference between the least and the maximum selling price in rupees of the TV എന്നാണ് പറയുന്നത്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പില് ടിവിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 95,000 rupees ആണ്, 95,000 രൂപയാണ്. ഒരു ക്യാഷ് ഡിസ്കൗണ്ട് 5,000 രൂപ അയാൾക്ക് ആദ്യം ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടി. അത് കൂടാതെ ആ ക്യാഷ് ഡിസ്കൗണ്ടിന്റെ കൂടെ തന്നെ പിന്നെ ഒരു സ്ക്രാച്ച് കാർഡ് ഉണ്ട്. ആ സ്ക്രാച്ച് കാർഡ് പ്രോമിസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 14.5% മുതൽ എത്രയാണ്? 20% വരെയാണ്. 14.5% മുതൽ എത്രയാണ്? 20% വരെയാണ്. അങ്ങനെയാണ് എങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലീസ്റ്റ് ആൻഡ് മാക്സിമം സെല്ലിംഗ് പ്രൈസ്, ലീസ്റ്റ് സെല്ലിംഗ് പ്രൈസും മാക്സിമം സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. മക്കളെ നമുക്കറിയാം 95,000 രൂപ മാർക്ക്ഡ് പ്രൈസ് ഉള്ള ഒരു സാധനത്തിൽ ടിവിയിൽ 5,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ് 5,000 രൂപ. അതായത് അത് എത്ര രൂപയ്ക്കാണ് ഇപ്പം വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്? 90,000 രൂപയ്ക്കാണ് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്. കഴിഞ്ഞില്ല. എന്നിട്ട് ഒരു സ്ക്രാച്ച് കാർഡും കൂടെ കൊടുക്കുന്നുണ്ട്. ആ സ്ക്രാച്ച് കാർഡ് അടിച്ച് നോക്കുമ്പോൾ മിനിമം 14.5% ഡിസ്കൗണ്ട് കിട്ടും, മാക്സിമം 20% ഡിസ്കൗണ്ട് കിട്ടും. അതായത് ഈ 5,000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയത് കൂടാതെ അതിന്റെ മുകളിൽ 14.5% മുതൽ 20% വരെ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് ലീസ്റ്റ് ആൻഡ് മാക്സിമം സെല്ലിംഗ് പ്രൈസിനിടയിലുള്ള ഡിഫറൻസ് ആണ്. ലീസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കണം. മാക്സിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഡിസ്കൗണ്ട് കൊടുക്കണം. എന്താണ്? ലീസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കണം. മാക്സിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു 14.5% ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. എന്താണ്? 90,000 മുകളിൽ എന്താണ്? 90,000 മുകളിൽ നമ്മൾ 14.5%, അതായത് 0.85% ആണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്.
14.5% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 90,000 സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90,000 85.5 എത്രയാണ്? 85.5. ഓക്കെ, അപ്പം 90,000 നിന്നും 14.5% ഡിസ്കൗണ്ട് കൊടുക്കുക. അതായത് 85.5% എന്ത് കൊടുക്കുന്നു? ഡിസ്കൗണ്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് 90,000 85.5%, അതായത് 14% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90,000 85.5%, അതായത് 76,950 രൂപ എന്ന് കിട്ടും. എന്ത്? മാക്സിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് മാക്സിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്? ഇനി മിനിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ഇനി എന്താണ് മിനിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്? എത്രയാണ് മിനിമം സെല്ലിംഗ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ മുകളിൽ, അതായത് 90,000 മുകളിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ്. 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? 72,000 രൂപ എന്ന് കിട്ടും. എത്രയാണ്? 72,000 രൂപ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം സെല്ലിംഗ് പ്രൈസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം സെല്ലിംഗ് പ്രൈസ് ആണ്. ഇത് നമ്മളുടെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 76,950 നിന്നും എന്തങ്ങ് മൈനസ് ചെയ്താൽ മതി അല്ലേ? 72,000 അങ്ങ് മൈനസ് ചെയ്താൽ മതി അല്ലേ? എത്രയാണ്? അപ്പൊ നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 4,950 നമുക്ക് കിട്ടും അല്ലെ? എത്ര കിട്ടും? 4,950 രൂപ എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി ഡൗട്ട്സ്? ഇതാണ് ഒരു മെത്തേഡ്. നമ്മുടെ കോൺസെപ്റ്റ് ബേസ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ നിൽക്കണ്ട, ഒറ്റ സ്റ്റെപ്പിനകത്ത് നമുക്ക് ഒതുക്കാം. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ നോക്കടാ, ഇവിടെ ശ്രദ്ധിച്ചേ. ഇനി ഇതിന്റെ വളരെ ഈസി ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. 95,000 രൂപ മാർക്ക്ഡ് പ്രൈസ് ഉള്ള ഒരു സാധനത്തിന് 5,000 രൂപ ഓൾറെഡി ഫ്ലാറ്റ് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 90,000 രൂപയായി. ഈ 90,000 രൂപയുടെ മുകളിൽ 90,000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയേക്കുന്ന സാധനത്തിനകത്ത് 90,000 രൂപയിൽ ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് വെച്ചേക്കുന്ന സാധനത്തിൽ ഒരു സ്ക്രാച്ച് കാർഡ് അടിച്ചു നോക്കുമ്പോൾ 14.5% മുതൽ 20% വരെയാണ് അവിടുത്തെ ഡിസ്കൗണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം സെല്ലിംഗ് പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 90,000 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 20%വും 14.5% തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5.5%. അതായത് ഈ 90,000 5.5% എടുക്കുക. 90,000 5.5% എന്ന് പറയുമ്പോൾ എത്ര കിട്ടൂടെ? 4,950 രൂപയെന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ കിടക്കുന്നത് അതിന്റെ കോൺസെപ്റ്റ് ആണ്. അത് ഒറ്റ സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്ത മെത്തേഡാണ് ഇവിടെ കിടക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടേ. ഫസ്റ്റ് ആയിട്ട് എല്ലാവരും പെട്ടെന്ന് ആവട്ടെ. എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടേ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ജോമെട്രിയുമായിട്ട്, സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ടാൻജന്റും സീക്കന്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് നോക്കിയെന്ന്. ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഫാസ്റ്റ് ആയിട്ടൊന്ന് നോക്കേ. പെട്ടെന്നാണേ, സമയമില്ല. പെട്ടെന്ന് ചെയ്യണേ. ഇത് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. M is the center of a circle. Chord RQ of the circle is extended to point P. Pn is a tangent to the circle. Angle QNR is equal to 30 degree. PQ is equal to 27. MR is equal to 21. Find the length of Pn. M is the center of the circle. Chord RQ of the circle extended to P, and Pn is the tangent to the circle. If QNR is equal to 30 degree, PQ is equal to 27,
MR is equal to 21. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് PN ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് PN. ഇത് സർക്കിളിന്റെ ടാൻജന്റ്, സീക്കന്റ്, അതേപോലെ തന്നെ അതിനകത്തുള്ള സെൻട്രൽ ആംഗിൾ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ് സാധനം. ആദ്യം നമ്മളൊരു പടവും വരച്ച് നോക്കുക. ഈ ജോമെട്രി ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആദ്യം നിങ്ങളൊരു പടം വരച്ചങ്ങ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും എഴുതേണ്ട കാര്യമില്ല. ഒരൊറ്റ ഫിഗറിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് ഇവിടെ സർക്കിൾ ഉണ്ടേ. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആണ്. ഓക്കെ, സർക്കിളിലെ ഒരു കോഡ് ഇതാണ് ഒരു കോഡ്. RQ എന്നാണ് കോഡിന്റെ പേര്. ഈ RQ എന്ന് പറയുന്ന കോഡിനെ P എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. P എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ പോയിന്റ്. അപ്പം RQ എന്ന് പറയുന്ന കോഡിനെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിള് അതൊരു ഔട്ട്സൈഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. P എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇനി ഈ P യിൽ നിന്നും ഞാൻ വരയ്ക്കുന്ന ഒരു ടാൻജന്റ് ആണ് PQ. P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ വരയ്ക്കുന്ന ടാൻജന്റ് ആണ് PQ. ആ PQന്റെ ലെന്ത് 27 സെന്റിമീറ്റർ ആണ്. PQന്റെ ലെന്ത് എത്രയാണ്? 27 സെന്റിമീറ്റർ ആണ്. പിന്നെ പറയുന്നുണ്ട്, സോറി ഇത് ഇവിടെ എന്താണ്, ഇവിടെ RQ, സോറി PQ അല്ല, PQ എന്ന് പറയുന്നത് 27, പിന്നെ PN ആണ് അവിടുത്തെ ടാൻജന്റ്. ഓക്കെ, സോറി, PN ആണ് അവിടുത്തെ ടാൻജന്റ്. PQ അല്ല, PN ആണ് അവിടുത്തെ ടാൻജന്റ്. PN ആണ് അവിടുത്തെ ടാൻജന്റ്. PN ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. PQ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആംഗിൾ QNR, ആംഗിൾ QNR എന്ന് പറയുന്നത് M ആണ്. ആംഗിൾ QNR, ആംഗിൾ QNR എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് ആംഗിൾ QNR. ആംഗിൾ QNR എന്ന് പറയുന്നത് ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. QNR എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ MR, M എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്. അപ്പൊ എമ്മിൽ നിന്നും ആറിലേക്ക് വരയ്ക്കുന്നതാണ്ട് ഈ ലൈൻ. ഇതെത്രയാണ്? MR എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ് അല്ലെ, 21 സെന്റിമീറ്റർ. MR എന്ന് പറയുന്നത് അവിടുത്തെ റേഡിയസ് ആണ്, അത് 21 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് PN എന്ന് പറയുന്ന ലെന്താ. എടാ ഇവിടെ ശ്രദ്ധിക്കണേ, MR എന്ന് പറയുന്നത് ആറും ക്യൂവും സർക്കിളിൽ ഓരോ പോയിന്റ് ആണ്. അപ്പോൾ എമ്മിൽ നിന്നും ആറിലേക്ക് വരയ്ക്കുന്ന MR എന്താണ്? അവിടുത്തെ റേഡിയസ് ആണ്. അപ്പൊ MR 21 സെന്റിമീറ്റർ ആണ്. എമ്മിൽ നിന്നും ക്യൂവിലേക്ക് ഞാൻ വരയ്ക്കുന്നു. അതും എന്തായിരിക്കും? 21 സെന്റിമീറ്റർ. അതും എത്രയായിരിക്കും? 21 സെന്റിമീറ്റർ. ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണേ, 21 സെന്റിമീറ്റർ. അപ്പോ MRQ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്നാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായത് എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം ഒരു സർക്കിളിന്റെ രണ്ട് സൈഡുകൾ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ സെയിം ആണ്. സോ രണ്ട് സൈഡുകൾ സെയിം ആണെങ്കിൽ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. MRQ എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എന്താ ഈ ആംഗിളും എന്താണ്? അപ്പൊ സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം RQ എന്ന് പറയുന്ന കോഡ്, ആ കോഡ് സർക്കിളിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ആണ് RMQ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ RQ എന്ന് പറയുന്ന കോഡ് ഈ സർക്കിളിന്റെ, അതായത് ഓപ്പോസിറ്റ് സെക്ടറിൽ, ഈ RQ എന്ന് പറയുന്ന സർക്കിളിനെ രണ്ട് സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് താഴെ ഒരു മൈനർ സെക്ടർ ആണ്, ഇവിടെ ഒരു മേജർ സെക്ടർ ആണ്. മേജർ സെക്ടറിനകത്ത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. അങ്ങനെയാണ് എങ്കിൽ ഈ ആംഗിൾ ഇത് 30 ഡിഗ്രി ആണ് എങ്കിൽ ഈ RQ ഈ സർക്കിളിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സെക്ടറിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഇരട്ടിയാണ്. അതായത് ആംഗിൾ RMQ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടൂടെ? 60 ഡിഗ്രി കിട്ടും. RMQ എന്ന് പറയുന്നത് എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ ഒരു കോഡ് ഉണ്ട്. സർക്കിളിന്റെ സെന്റർ O, കോഡ് സർക്കിളിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ ആണ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് θ/2 ആണ്. ഈ കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. RQ എന്ന് പറയുന്ന സർക്കിളിന്റെ കോഡ്, അതിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് RMQ. ഓപ്പോസിറ്റ് സെക്ടറിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ RNQ. RNQ 30 ഡിഗ്രി ആണ് എങ്കിൽ ഇവിടെ അതിന്റെ ഇരട്ടി ആയിരിക്കും 60 ഡിഗ്രി. ഇത് 60 ഡിഗ്രി. ഇത് രണ്ടും സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും എത്രയായിരിക്കും? ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും,
ഇവിടെയും എത്രയായിരിക്കും 60 ഡിഗ്രി ആയിരിക്കും. അതായത് ഇൻ എഫക്റ്റ് 60 60 60, അതായത് പി ക്യു എം ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് കിട്ടി. കാരണം ഇന്റേണൽ ആംഗിൾസ് എല്ലാം എന്താണ് 60 ഡിഗ്രി ആണ്. അപ്പൊ എന്താ ഈ ട്രയാങ്കിൾ ആർ എം ക്യു എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോഴത്തേക്ക് സൈഡും എന്താണ് സെയിം ആണ്, 21 21. അപ്പൊ ഇത് എന്തായിരിക്കും 21 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ എം എൻ എന്ന് പറയുന്ന ആ ഒരു സർക്കിളിന്റെ ആ ഒരു ടാൻജന്റിന്റെ ലെങ്താണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ട്, ഒരു സർക്കിൾ, ആ സർക്കിളിന്റെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് പി. ആ പിയിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഒരു സീക്കൻഡ് ലൈൻ ക്യു ആർ പി ആർ. ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കുന്നുണ്ട് പി എൻ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയുണ്ട്, അതായത് ഈ ടാൻജന്റിന്റെ സ്ക്വയർ പി എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സീക്കൻഡിന്റെ ലെന്ത് പി ആർ ഇൻറ്റു ആ സീക്കൻഡിന്റെ ഔട്ട്സൈഡ് ലെന്ത്, അതായത് പി മുതൽ ക്യൂ വരെയുള്ള ലെന്ത്. അപ്പൊ ഇതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് പി എൻ സ്ക്വയർ എന്ന് പറയുന്നത്, പി എൻ എന്ന് പറയുന്നത് പി എൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പി ആർ എന്ന് പറയുന്നത് ഇവിടം വരെ 27, അത് കഴിഞ്ഞിട്ട് 21, അങ്ങനെയാണെങ്കിൽ മൊത്തം 48 ഇൻറ്റു ഔട്ട്സൈഡ് 27. അവിടെ നിന്നും പി എൻ എന്ന് പറയുന്നത് റൂട്ട് 48നെ നമുക്ക് എങ്ങനെ എഴുതാം, 16 ഇൻറ്റു 3 ഇൻറ്റു 27നെ എങ്ങനെ എഴുതാം, 3 ഇൻറ്റു 9. റൂട്ട് 16 4 ഇൻറ്റു 3 ഇൻറ്റു 3യുടെ റൂട്ട് 3 ഇൻറ്റു 9ന്റെ റൂട്ട് 3, വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 36 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടേന്ന് ഫസ്റ്റ് ആയിട്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് അക്ഷയ്, ജിതിൻ, ലക്ഷ്മി ക്ലിയർ ആണോ? ജോജി, സായൂജ്, സൂരജ്, വർഗീസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊന്ന് ചെയ്തേ. The length of the hypotenuse of a right angle triangle is 24 centimeter. What is the possible maximum area of this triangle? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിന്റെ മാക്സിമം പോസിബിൾ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം. Length of hypotenuse of a right angled triangle is 24 centimeter. What maximum area കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ മാക്സിമം പോസിബിൾ ഏരിയ നോക്കേ. നമ്മുടെ കയ്യില് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ മാക്സിമം പോസിബിൾ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ മാക്സിമം പോസിബിൾ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ മാക്സിമം പോസിബിൾ ഏരിയ വരുന്നത് ഇഫ് ഇറ്റ് ഇസ് എ റൈറ്റ് ഐസോസെലസ് ട്രയാങ്കിൾ. റൈറ്റ് ഐസോസെലസ് ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമേ അവയ്ക്ക് മാക്സിമം ഏരിയ വരുത്തുള്ളൂ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ കേസ് അറിയാം. ഹൈപ്പോട്ടന്യൂസ് ഒഴിച്ച് ബാക്കി രണ്ട് സൈഡുകളും ഈക്വൽ ആണ്. ആ ഒരു സൈഡിനെ ഇതിനെ എക്സ് എന്ന് വിളിക്കുന്നു, ഇതിനെ എക്സ് എന്ന് വിളിക്കുന്നു. നമുക്കറിയാം പൈത്തഗോറസ് തിയറം പ്രകാരം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 24 ആണ്. അതായത് എക്സ് റൂട്ട് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 24, എക്സിന്റെ വാല്യൂ 24/√2. കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, √2/√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12√2 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഇതെന്ന് പറയുന്നത് 12√2 സെന്റിമീറ്റർ, ഇവിടെയും എത്രയാണ്? 12√2 സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏരിയ നമുക്കറിയാം, ഹാഫ് ഇൻറ്റു ബേസ് 12√2 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, അതും 12√2. ഈ √2 1/2 ക്യാൻസൽ ആയി പോകും. പിന്നെ 12 × 12 144 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ നിങ്ങളെ? ക്ലിയർ ആണോ? അപ്പം അതൊരു റിസൾട്ട് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് മാക്സിമം ഏരിയ വരുന്നത് എപ്പോഴും അതൊരു റൈറ്റ് ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമാണ്. If it is a right isosceles triangle, then it will be having the maximum area. Clear ആണല്ലോ?